പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENAസിൻ്റെ +2 ഹ്യൂമാനിറ്റീസിൻ്റെ എക്കണോമിക്സ് വരുന്ന 11ാമത്തെ ചാപ്റ്ററാണ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഇൻഡസ്ട്രിയൽ പ്രൈസ് നമ്പർ, ഇങ്ങനെയുള്ള ഇൻഡെക്സ് നമ്പർ അവസാന ഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിലും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻഡെക്സ് നമ്പറിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇൻഡെക്സ് നമ്പർ എന്താണ്, ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ വിവിധ തരത്തിലുള്ള ഇൻഡെക്സ് നമ്പറിൻ്റെ മെത്തേഡുകളിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വെയ്റ്റഡ് ആഗ്രഗേറ്റ് മെത്തേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെയും നമുക്ക് വെയിറ്റ് തന്നിട്ടാണ് വരുന്നത്. വെയ്റ്റഡ് മെത്തേഡൊക്കെ വെയിറ്റ് തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. P01 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പറാണ്. സിഗ്മ W ഇൻറ്റു P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100 ഡിവൈഡ് ബൈ സിഗ്മ. ഇതാണ് വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. വെയ്റ്റഡ് മെത്തേഡിൽപ്പെട്ട 2ാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിന് വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് P0 ഇൻറ്റു Q0. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കാൽക്കുലേറ്റഡ് ഇൻഡെക്സ് നമ്പറാണ്. നമുക്ക് വെയ്റ്റഡ് പ്രൈസ് നമ്പർ കണ്ടുപിടിക്കാനാണ്. 4 കമ്മോഡിറ്റി തന്നിട്ടുണ്ട്. ABCD. ബേസ് ഇയർ പ്രൈസ് തന്നിട്ടുണ്ട്. ബേസ് ഇയർ ക്വാണ്ടിറ്റി ഉണ്ട്. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ പഴയ വർഷത്തെ അല്ല, അത് P0 Q0. കറന്റ് ഇയറിന്റെ പ്രൈസ് മാത്രമേ തന്നിട്ടുള്ളൂ. P1 മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡിലേക്ക് വേണ്ടത് വെയിറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ P1 ഡിവൈഡ് ബൈ P0 ഇതും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം P1 ഡിവൈഡ് ബൈ P0 കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ P1 എത്രയാണ്? 5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 100 ആണ്. 5/1 5, 5 ഇൻറ്റു 100 500 ആണ്. അതേപോലെ തന്നെ അടുത്ത് നോക്കാം. 4 ഡിവൈഡ് ബൈ P0 എത്ര? 2. 4/2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 100 200. അടുത്ത് നോക്കാം 3/3 0. 3/3 എന്ന് പറയുമ്പോൾ എത്ര? 1 അല്ലേ? 1 3 ഹരിക്കണം 3 100 വരിക കേട്ടോ. 1 ഇൻറ്റു 100 100. അടുത്ത 2/4. 2/4 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 50 ആണ് വരിക. ഇത്രയാണ് നമുക്ക് P1 ഡിവൈഡ് ബൈ P0 വരുന്നത്. ഓക്കെ, ഇതേപോലെ W കണ്ടുപിടിക്കണം. W കണ്ടുപിടിക്കുന്നത് P0 ഇൻറ്റു Q0 ആണ്. W ഇൻറ്റു ഇക്വേഷൻ. ഫസ്റ്റ് P0 1 ഇൻറ്റു 6. 1 ഇൻറ്റു 6 ഈക്വൽ ടു 6. 2 ഇൻറ്റു 7 14. 3 ഇൻറ്റു 3 അല്ല 3 ഇൻറ്റു 8 24. അടുത്തത് 4 ഇൻറ്റു 9 36. P0 ഇൻറ്റു Q0 വെയിറ്റ് കണ്ടുപിടിക്കാം. ഇനി അടുത്ത W ഇൻറ്റു P1 ഡിവൈഡ് ബൈ P0. W എത്രയാണ്? ഫസ്റ്റത്തെ W 6 ആണ്. 6 ഇൻറ്റു P1 ഡിവൈഡ് ബൈ P0 ആൻസർ എത്ര? ഫസ്റ്റ് 500 അല്ലേ?
6 × 5 5030 3000 വരും. അടുത്ത് തന്നെ W 10 × P1/P0 എത്ര? 10 അല്ല 14 × 200. 14 × 200 എത്ര വരും? ഈ 14 28 2800. അടുത്ത 24 × 100 2400. 24 × 100 2400. അടുത്ത 36 × 50. 36 × 100 എന്ന് പറയുന്നത് 36,000 ആണ്. അതിന് നേരെ പുറകെ 18,000. 36 × 50 ആണ്. 5000 6 × 30. 14 24 × 100 2400. 36 × 50. 5030 ഇഷ്ടം 3 3 5 18 1800 ആണ് കേട്ടോ. 36 × 100 3600 ഇതുപോലെ 1800. ഇത് പ്ലസ് ചെയ്യുക. അതാണ് ഈ സിഗ്മ W × P1/P0 × 100. അതിന്റെ ആൻസർ ആണ് 3 2 5 800 6 700 700 8 700 9 10,000 ആണ് വരിക. അപ്പൊ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ 10,000 ആണ്. 10,000 ഡിവൈഡ് ബൈ സിഗ്മ W. വെയിറ്റിന്റെ ടോട്ടൽ എത്രയും നോക്കാം. ഇതാണ് 36 4 40 20 60 60 14 74 80 ആണ് വരിക കേട്ടോ. 10,000 ഇവിടെ 80 0 വെട്ടിക്കഴിഞ്ഞാൽ 1000 ഡിവൈഡ് ബൈ 8 എത്രയും 125. 125 ഇതിന്റെ ആൻസർ വരിക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. ഇതിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത. പല ആളുകൾ എന്ത് ചെയ്യും, ഇതാണ് ടോട്ടൽ ചെയ്യും. P1/P0 ടോട്ടൽ ചെയ്യും, വെയിറ്റും ടോട്ടൽ ചെയ്യും. എന്നിട്ട് ആ ടോട്ടലിന് തമ്മിൽ ഗുണിക്കുകയാണ് പലരും ചെയ്യാറ്. അത് തെറ്റിപ്പോകും. ഇങ്ങനെ തന്നെ കോളം പൈസ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ദി പ്രൈസ് ഓഫ് ഇൻഡെക്സ് ഹാസ് റൈസൺ ബൈ 25%. ശരിക്കും 100 ആണ് നമ്മൾ കണക്ക്. അതിനേക്കാൾ എത്ര കൂടി? 25% കൂടി എന്നതാണ്. ഇനി ഇത് കൂടാതെ ചില വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ഉണ്ട്. അതിൽപ്പെട്ടാണ് ഒന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ. കൺസ്യൂമർ എഴുതിയെടുക്കാത്തത് പെട്ടെന്ന് എഴുതിയെടുക്കാം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിന്റെ ഷോർട്ട് ഫോം ആണ് CPI എന്ന് പറയുന്നത്. CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ മെഷർ ദി ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓഫ് ലെവൽ ഓഫ് എ ബാസ്ക്കറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവലുള്ള ചേഞ്ചസ്. ഒരു ബാസ്ക്കറ്റ് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടെങ്കിൽ അതിന് വരുന്ന ഓരോ ഘട്ടങ്ങളിൽ വരുന്ന പ്രൈസ് ലെവൽ ചേഞ്ചസ് ആണ് പറയുന്നത്. ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റോ സാധനങ്ങളോ സേവനങ്ങളിലും വരുന്ന പ്രൈസ് ലെവൽ മാറ്റാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ മെഷർ ചേഞ്ചസ് ദി പ്രൈസ് ലെവൽ ഓഫ് എ സ്പെസിഫൈഡ് പീരിയഡ് ആണ് കൺസ്യൂമർ ഇൻ ദി പെർട്ടിക്കുലർ റീജിയൻ. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കർ ആണ്. ഇൻഡസ്ട്രിയൽ വ്യവസായ തൊഴിലാളികൾ ഉണ്ടാവും, അർബൻ വർക്കർ ഉണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും, അഗ്രികൾച്ചർ ഉണ്ടാവും. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൽ വരുന്നതാണ് ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ആണ്. ഇതാണ് നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന കാൽക്കുലേഷൻ. അത് കണ്ടുപിടിക്കാനുണ്ട് സിഗ്മ WP ഡിവൈഡ് ബൈ സിഗ്മ W. ഇതിൽ ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കാം. W എന്ന് പറയുന്നത് P0 × Q0 ഉള്ളത് നമുക്കറിയാം. P കണ്ടുപിടിക്കാൻ പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല.
പക്ഷെ അവിടെ തന്നിട്ടുണ്ട് ഇത് P1 P0 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് കണ്ടുപിടിക്കാനുള്ളത് P1 / P0 × 100. ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്കിതിൽ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൻ്റെ ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ലീവിംഗ് ഇൻഡെക്സ് നമ്പർ എന്ന രീതിയിലാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരു കോളം കമ്മോഡിറ്റീസ് കൊടുത്തു. കമ്മോഡിറ്റീസ്, അടുത്ത കോളം വെയിറ്റ്, അടുത്ത കോളം പ്രൈസ് 2010, അടുത്ത് പ്രൈസ് 2012, പ്രൈസ് 2012. അപ്പോൾ ഇത് P0 ആണ്, ഇത് P1 ആണ്. പുതിയ പ്രൈസ് P1, പഴയ പ്രൈസ് P0. ഒരു കമ്മോഡിറ്റീസ് നമുക്ക് ഒരു 4 കമ്മോഡിറ്റീസ് കൂടെ കൊടുക്കുക. A, B, C, D. അതിൻ്റെ വെയിറ്റ് തന്നിട്ട് 40, 20, 15, 25. പിന്നെ അതിൻ്റെ വരുന്നത് പ്രൈസ് ബേസ് ആണ് 16, 40.5, $5.12, പിന്നെ വരുന്നത് 2. ഇനി ഇതിൻ്റെ 2012 പ്രൈസാണ് ഇത് പറയുന്നത്. 20, 60.5, 6.25, 1.5. ഇത് വെച്ചിട്ടാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ലീവിംഗ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കേണ്ടത്. പ്രൈസ് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ സിഗ്മ WP ഡിവൈഡ് സിഗ്മ W. അപ്പോൾ Wന്റെ ടോട്ടൽ നമ്മളിവിടെ കണ്ടുവരുന്നത് 40, 20, 60, 15, 75, 80, 20, 100. ഇതാണ് സിഗ്മ W 100. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് P കണ്ടുപിടിക്കണം. P തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. P ഒരു കോളായിട്ട് കൊടുക്കും. P കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ്? P1 / P0 × 100. ഇങ്ങനെയാണ് P കണ്ടുപിടിക്കുക. ഫസ്റ്റ് P1 എത്ര? 20 / 16 × 100. ഓരോന്നും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ 125 വരും. അടുത്തത് നോക്കാം. 60 / 40 × 100 എത്രയാണ് വരുന്നത്? 150. അടുത്ത 50 / 0.5 × 100. അത് 6.25 / 5.12 × 100. അപ്പോൾ എത്ര വരും? 122. അടുത്ത് 1.5 / 2 × 100. അതിൻ്റെ ആൻസർ വരുന്നത് 75. P കിട്ടി. ഇനി ഒരിക്കലും P ടോട്ടൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ വേണ്ടത് WP ആണ്. അടുത്ത കുറവാണ് WP. WP നമ്മൾ W × P ആണ്. ഫസ്റ്റത്തെ W 40 × 125. അടുത്ത നോക്കാം 20 × 150. W × P ആണ് WP. അടുത്ത് 15 × 100. അടുത്ത 20 × 122. അടുത്ത 5 × 75. ഓരോന്നിൻ്റെയും ആൻസർ എഴുതണം. 5000. അടുത്ത 3000. ഓരോന്നിൻ്റെ ഇത് 1500. 2440. അടുത്തത് 375. ടോട്ടൽ ചെയ്യാം. സിഗ്മ WP 1000
12315 കേട്ടോ, 12315. ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കുക കേട്ടോ. കോസ്റ്റ് ഓഫ് ലീവ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു CLI ആണ്. കോസ്റ്റ് ഓഫ് ലീവ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ സിഗ്മ WP ഡിവൈഡ് ബൈ സിഗ്മ W. സിഗ്മ WP എന്ന് പറയുന്നത് 123.15 ഡിവൈഡ് ബൈ W 100 ആണ്. അപ്പോൾ സ്ഥാനം ഒഴിവാക്കി കഴിഞ്ഞാൽ 123.15. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് കൂടാതെ കുറെ ഇൻഡെക്സ് നമ്പർ ഉണ്ട്, 1-2 ഇൻഡെക്സ് നമ്പർ ഉണ്ട്. പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാം. 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരും. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് WPIന്റെ ഫുൾ ഫോം ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈസ് ദ പ്രൈസ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ബാസ്ക്കറ്റ് ഓഫ് ഹോൾസെയിൽ ഗുഡ്സ് ആണ്. ഒരു ബാസ്ക്കറ്റിലുള്ള ഹോൾസെയിൽ ഗുഡ്സിന്റെ പ്രൈസ് വേരിയേഷൻ കണക്കാക്കുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. The wholesale price index number change indicate the change in the general price. അവിടെ ജനറൽ പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് ആണ്. ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിലുള്ള ഹോൾസെയിൽ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഇനി ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് നമ്പർ ഇൻഡിക്കേറ്റ് ദി ചേഞ്ചസ് ഇൻ ദി ലെവൽ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഇൻ ദി ജനറൽ പീരിയഡ് കമ്പയർ ദി മെനി ഇൻഡസ്ട്രി, ഒരുപാട് ഇൻഡസ്ട്രിയുമായി കമ്പയർ ചെയ്തിട്ട് അവർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വരുന്ന സാധനങ്ങളുടെ വിലയിൽ വരുന്ന വ്യതിയാനം കണക്കാക്കാം. ഇറ്റ് ഈസ് എ വെയ്റ്റഡ് ആവറേജസ് ഓഫ് ക്വാണ്ടിറ്റി റിലേറ്റീവ് ആണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നത് സിഗ്മ Q1 × W ഡിവൈഡ് ബൈ സിഗ്മ W ആണ്. ഇനി അടുത്ത ലാസ്റ്റ് വരുന്ന തിയറി ടോപ്പിക്കാണ് ഇഷ്യൂസ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ ആണ്. 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനെന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ഇൻഡെക്സ് എന്താണ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് പർപ്പസ് എന്താണെന്ന് മെഷർ ചെയ്യണം. ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ്. കൺസ്യൂമർ പ്രൈസിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ഇൻഡിക്കേറ്റ് ഇല്ല. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലാണ് അതിൻ്റെ ആ ഹോൾസെയിൽ റേറ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഇൻഡെക്സ് നമ്പറിനും അതിൻ്റെ പർപ്പസ് ഉണ്ട്, മെയിൻ പർപ്പസ്. അത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. 2 സെലക്ടിങ് ദി ഗോൾസ്, പർപ്പസ് സെറ്റ് ചെയ്യുന്നതിനോടുകൂടി ഇൻഡെക്സ് നമ്പറിന്റെ ഗോൾസ് എന്താണെന്നുള്ളത് മെഷർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചോയ്സസ് ഓഫ് ആവറേജ്, ഒരുപാട് ആവറേജ് ഉണ്ട്. മീൻ ഉണ്ട്, മീഡിയം ഉണ്ട്, മോഡ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ആവറേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻഡെക്സ് നമ്പറിലേക്ക് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആവറേജ് ആണ് അരിത്തമാറ്റിക് മീൻ. പിന്നെ അസൈൻമെന്റ് ഓഫ് വെയിറ്റ് ആണ്. പ്രത്യേകിച്ച് ഈ വെയിറ്റിന്റെ ഇൻഡെക്സ് നമ്പറിലൊക്കെ നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ളത് P0. അവിടെ കറന്റ് ബേസ് ഇയർ പ്രൈസും പ്രൈസ് ഇയർ ക്വാണ്ടിറ്റിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ചോയ്സ് ഓഫ് ബേസ് ഇയർ. ഈ ബേസ് ഇയർ നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? കമ്പയർ ദി ഫ്യൂച്ചർ അല്ലെ, ഫ്യൂച്ചറുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാനാണ് ബേസ് ഇയർ. ബേസ് ഇയർ പ്രൈസ്, ബേസ് ഇയർ ക്വാണ്ടിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് ഫ്യൂച്ചറുമായി കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻഡെക്സ് നമ്പറിന്റെ വ്യതിയാനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കവർ ചെയ്യണം. നമുക്ക് ഗൈഡിൽ എക്കണോമിക്സ് മറ്റുള്ള സബ്ജക്റ്റൊക്കെ നിങ്ങൾ ഗൈഡ് നോക്കിയാലും വിഷയം, പക്ഷേ എക്കണോമിക്സ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കാണ്. കാരണം കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ അതിലാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്കിന്റെ MCQ മൾട്ടിപ്പിൾ ചോയ്സ്, പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ആൻസറും അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. NUSന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ, ഗൈഡുകൾ, എല്ലാ വിഷയത്തിൻ്റെ മലയാളത്തിൻ്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ്, അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലുള്ള അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷന്, ഓൺലൈൻ ക്ലാസ്സുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ എല്ലാം നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഗൈഡുകൾ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ എവിടെ ഇരുന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതാം. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. അഡ്മിഷനും മറ്റും വരെ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.